ഗുഡ് മോർണിംഗ് പ്രമോദ് രാജ്. ആദരണീയനായ പ്രധാനമന്ത്രി വന്നു. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്ത് അദ്ദേഹം തിരിച്ചുപോയി. 100 മാർക്സ്. ഒരു ശക്തനായ പ്രധാനമന്ത്രി വന്ന് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തിട്ട് പോകാമെന്ന് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് BJP ലീഡർമാരും ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരും സുരേഷ് ഗോപിയുടെ ആരാധകരും ഇവരെല്ലാം കൂടി എന്തെല്ലാം പുകില അവിടെ ഉണ്ടാക്കിയത്, എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. തൃശ്ശൂർ അദ്ദേഹം വന്നത് തന്നെ സുരേഷ് ഗോപിയെ പ്രൊമോട്ട് ചെയ്യാനാണ്. ഷുവർ സീറ്റാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ എന്തിനാ തെരഞ്ഞെടുത്തത്? ഇങ്ങനെ കേട്ട് 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 മടുത്തായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നിട്ട് എന്താണ് പറഞ്ഞിട്ട് പോയത്? സ്ത്രീ ശക്തി, ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ സമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് BJP ഇങ്ങനെയൊരു വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. കേരളത്തിലെ സ്ത്രീകൾ പ്രധാനമന്ത്രിക്ക് ആദരവ് കൊടുക്കുന്നു, നന്ദി പറയുന്നു. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തി അതിൽ പബ്ലിസിറ്റി കൊടുത്ത് ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി കാര്യങ്ങൾ നേടിയെടുക്കാൻ ചിലരൊക്കെ ശ്രമിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനിയാരാണ്? നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി തന്നെ. പറ്റിയ അബദ്ധങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് എന്തൊക്കെയോ പുതിയത് ചെയ്യാൻ പോവാന്നൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളൊക്കെ വിചാരിച്ചു കാണും. പക്ഷെ സുരേഷ് ഗോപിയല്ലേ അടുത്ത അബദ്ധത്തിനുള്ള പുറപ്പാടാന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ അത് എന്താണെന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്യാൻ മാത്രം ഞാനൊരു ജോത്സ്യനൊന്നുമല്ല. എന്നാലും ഒരബദ്ധം ഉറപ്പായിരുന്നു. ഇന്നത് വളരെ വ്യക്തമായിട്ട് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ എങ്ങനെയോ പ്രധാനമന്ത്രിയുടെ പുറകിൽ നിൽക്കാൻ അവസരം കിട്ടി. അപ്പോൾ ഒരുപക്ഷെ BJP ലീഡർമാർ വരെ പ്രതീക്ഷിച്ച് കാണും ഈ തൃശ്ശൂർ വരുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ഇലക്ഷനെ കുറിച്ച് വല്ലതൊക്കെ പറയും, അല്ലെ സുരേഷ് ഗോപിയുടെ തോളലിന്ന് കൈ തട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ആരൊക്കെയോ എന്തൊക്കെയോ വിചാരിച്ച് കാണുമായിരിക്കും. സുരേഷ് ഗോപി അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഒരു ഇത്രയും വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഒരു തല മാത്രം ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ പോരാ. അദ്ദേഹത്തിൻ്റെതായ ഒരു ഓഫീസ്, അവിടുത്തെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക്, അദ്ദേഹത്തിനെ പല കാര്യങ്ങളിലും അഡ്വൈസ് ചെയ്യാനുള്ള എക്സ്പേർട്സ്, ഇതെല്ലാം ചേർന്ന ഒരു വലിയ ഓഫീസാണ് ഈ PMO എന്ന് പറയുന്നത്. അവരെല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. വെറുതെ അവിടെ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് മാത്രമല്ല അവർ നോക്കുന്നത്. ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ എന്ത് സംസാരിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കരുത് എന്ന് വരെ ഉള്ള കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അത് ഇവിടുത്തെ മണ്ടന്മാരായ BJPക്കാർക്കും യൂട്യൂബർമാർക്കും അറിയില്ലല്ലോ. ഇത് എന്തായാലും വന്നു, സുരേഷ് ഗോപിയെ പുറകിൽ നിന്നു. ശരിക്കും ഏറ്റവും അവസാനം പറയേണ്ട കാര്യം ഞാൻ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കുക, ഒരു ജോക്കറായി പോയില്ലേ. പുറകെ വന്നു, സ്റ്റേജിൽ കയറി വന്നിരുന്നു, ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ കിട്ടി. അദ്ദേഹം അവിടെ ഇരുന്ന മഹിളാരത്നങ്ങളെ എല്ലാം ആദരിച്ചു. വളരെ നന്നായി. എല്ലാവർക്കും ഒരു അഭിമാന നിമിഷമായിരുന്നത്. അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹം പോകുന്നതിന് വരെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അദ്ദേഹം ഇലക്ഷനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ? ഒന്നും സംഭവിച്ചില്ല. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം ഒന്ന് നോക്കിയതല്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതിനകത്ത് രണ്ടർത്ഥങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാനത് കാണുന്നത് ഇതാണ്. ഒന്ന്, അദ്ദേഹം വന്നത് ഈ സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്, ഈ സുരേഷ് ഗോപിയുടെ കാര്യം ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് കുറച്ച് അമിതമായ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആരാണ് അവിടെ കയറി വന്നത്? അത് ഈ സുരേഷ് ഗോപി തന്നെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എന്തായാലും സുരേഷ് ഗോപിയാണോ അബദ്ധം ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. കാരണം ബുദ്ധി നിലവാരം ഒരല്പം കുറവാണ്. വലിയൊരു ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ആസ്വദിച്ചു. അതല്ലാതെ ബുദ്ധി കുറവാണ്. അദ്ദേഹം അവിടെ ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിരുന്നു. അവിടെ യാതൊരു പ്രാധാന്യമില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രധാനമന്ത്രിജി മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നു. അവിടെ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ ശ്രീ കുമ്മനം രാജശേഖരൻ അന്ന് കയറി പറ്റിയായിരുന്നു. അവിടെ ആ ചടങ്ങിന് ശ്രീ കുമ്മനത്തിന് യാതൊരു പ്രാധാന്യമില്ലായിരുന്നു. അദ്ദേഹത്തിനും അവിടെ ക്ഷണം കിട്ടിയിട്ടില്ലായിരുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തെ നോക്കിയില്ല. അദ്ദേഹമാണെങ്കിലോ ഈ പറഞ്ഞ അൺഇൻവൈറ്റഡ് ഗസ്റ്റാന്നുള്ള കാര്യം ആ സ്വബോധം ഉള്ളത് കൊണ്ട് അയാൾ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോയുമില്ല. അതന്ന് വലിയ വലിയ കോമഡികളൊക്കെ ഉണ്ടായി ആ കുമ്മനത്തിൻ്റെ ഇരിപ്പിനെ കുറിച്ചും നടത്തിനെ കുറിച്ചുമൊക്കെ. കുമ്മനം സാർ അന്ന് ചെയ്ത ആ അബദ്ധം അത് വേറൊരു തരത്തിൽ ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി ഇവിടെ ചെയ്തിരിക്കുകയാണ്. നമുക്കൊക്കെ ചിരിക്കാൻ വീണ്ടും ഒരവസരം കൂടെ തന്നതിന് സുരേഷ് ഗോപിയോട് നന്ദി പറയുന്നു. ഏകദേശം ഒരു മാസം മുമ്പല്ലേ സുരേഷ് ഗോപി ഡൽഹിക്ക് പോയത് ഫാമിലിയായിട്ട്. അവിടെ ചെന്ന് ചിരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു. കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ കുറേ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ ഫാൻസൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരും എന്നൊക്കെ കുറേ കേട്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു, ഈ പ്രധാനമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ കല്യാണം അറ്റൻഡ് ചെയ്തുകൊണ്ട് നടക്കുകയാണോ?
എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെ ആദരവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ 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 ഉയർന്ന നിലയിലുള്ളതാണ്. ആ മനുഷ്യൻ ഇതുപോലത്തെ അബദ്ധങ്ങളെ കാണിക്കുക ഇല്ല ഇല്ല, എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ സ്ത്രീ വിഷയമൊക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാമല്ലോ. തോളെ കൈവച്ചെന്നോ അതിൻ്റെ പേര് കേസ് എന്തെല്ലാം പുകലായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളും അങ്ങ് അവിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നുണ്ട്. അവരാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അവർ ഇതുപോലുള്ള വില്ലന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയില്ല. അതൊക്കെ ആ പാർട്ടിയുടെ അഭിമാനത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കുറേ പേര് ന്യായം പറഞ്ഞു നടപ്പുണ്ട്. സുരേഷ് ഗോപി സാർ ചെയ്തത് നല്ലതാണെന്നോ, കുറേ സ്ത്രീകളെ ഞങ്ങളെ ഇനിയും കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ പറഞ്ഞു നടപ്പൊക്കെയുണ്ട്. പക്ഷേ ഇതെല്ലാം അവിടെ എത്തുന്നുണ്ട്. എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് അറിയാവുന്ന എക്സ്പേർട്സ് ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലുണ്ട്. എന്തായാലും ഇന്നത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ആദരവും ഈ സുരേഷ് ഗോപിക്ക് ആ പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടില്ല. എങ്ങനെ ചിരിക്കാതിരിക്കും? ശരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക് ആ പ്രധാനമന്ത്രിയോടുള്ള ആദരവ് കുറേ കൂടെ അങ്ങ് കൂടിയിട്ടുള്ളൂ. സത്യം, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ, എല്ലാം ആലോചിച്ച് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ അഭിമാനിക്കുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് കിട്ടിയില്ല. ഞാനൊരു ബി ജെ പിക്കാരൊന്നുമല്ല, ഞാൻ ബി ജെ പി ആക്ടിവിസ്റ്റും അല്ല. എന്നാലും ശരി, ആ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ആ മനുഷ്യൻ ശക്തനാണ്, ബുദ്ധിയുള്ള ആളാണ്, വിവേകമുള്ള ആളാണ്. ആ കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ എൻറ്റയർ എപ്പിസോഡ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ വിസിറ്റ്, അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻസ്, അതിനു മുമ്പ് പല മീഡിയ ചാനലുകാരും ശ്രീ സുരേന്ദ്രൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോയി എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെ എന്തിനാണ് പ്രധാനമന്ത്രി വരുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചപ്പോഴൊക്കെ വളരെ വളരെ ചിന്തിച്ചുറപ്പിച്ച് നല്ല മറുപടികൾ മാത്രം, ഒരബദ്ധവും പറ്റാത്ത രീതിയിലുള്ള മറുപടികൾ മാത്രമായിരുന്നു ശ്രീ സുരേന്ദ്രൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവൻ ഒരു തലേ ദിവസം പോലും, അതോ ഇന്ന് രാവിലെയാണെന്നറിയത്തില്ല, അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു. വളരെ നല്ല കണക്ക് കൂട്ടിയുള്ള സംസാരം, ഒരബദ്ധവും പറയാതെ. ബാക്കിയുള്ളവന്മാരെല്ലാം ഇവിടെ നിന്ന് മണ്ടത്തരാണ് വിളിച്ചു പറഞ്ഞത്. ഇനി ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ബി ജെ പി സപ്പോർട്ടേഴ്സൊക്കെ പിണറായി ഗവൺമെൻറ്റിനെ ചീത്ത പറഞ്ഞു, അല്ലെ പിണറായിക്കൊട്ടൊരു അടി കൊടുത്തു, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ നടന്ന അബദ്ധങ്ങളോ, കുറേ സ്ത്രീകളെ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. ക്രൗഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ 2 ലക്ഷമൊന്നും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. റീസണബിൾ ആയിട്ടുള്ള ഒരു നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രി എന്താ പറയുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട ആർക്കും തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം മോഡിയുടെ ഉറപ്പെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും സംഭവിച്ചോ ഇല്ലയോ എന്ന് അവിടെ ഇരുന്ന പല ആൾക്കാർക്കും അറിയില്ല. അവരൊരുമാതിരി, നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ല, പൊട്ടനാട്ടം കാണുന്ന പോലെ അവിടെ വന്നിരിക്കുന്നു, എന്തൊക്കെയോ പ്രധാനമന്ത്രി പറയുന്നു, ആരെങ്കിലും ഒരാളൊന്ന് കൈയടിക്കാൻ തുടങ്ങിയാൽ ഞങ്ങളോട് അടിക്കാം എന്നുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. ഇവർക്കാർക്കും പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ സമയത്ത് കൈയടിക്കണം, അല്ലെങ്കിൽ ഒരു 10-25 പേരെ അപ്പുറം ഇപ്പുറമൊക്കെ നിർത്തിയിട്ട് കൈയടിക്കുന്നത് ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെ വിസിലടിക്കണം എന്നൊക്കെ ഇവർക്കാർക്കും ട്രെയിനിങ് ഒന്നും കൊടുത്തില്ല. ഇത് ഈ ബി ജെ പിക്കാർ വിട്ടുപോയി. അതുകൊണ്ട് എന്ന് വേണ്ടി സ്ത്രീകൾ അവിടെ വന്നിരുന്നവർ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവർ കേട്ട് പലരും മൊബൈലിൽ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു വലിയൊരു പരാജയമായിപ്പോയി, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? മതേതരത്വം, ന്യൂനപക്ഷം, എല്ലാവരെയും ഞങ്ങൾക്ക് വേണം, ഇതൊക്കെയല്ലേ പറഞ്ഞത്. ആ സ്റ്റേജിൽ എത്ര മുസ്ലിം വനിതകൾ, ഒരെണ്ണമെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ കണ്ണിൽ പെട്ടില്ല. പിന്നെ ആ ജനക്കൂട്ടത്തിൽ അവിടെയോ ഞാനാരെയും കണ്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെടാതെ പോയെങ്കിൽ അതെൻ്റെ തെറ്റ്. അപ്പോൾ ആ സ്റ്റേജിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല? പ്രധാനമന്ത്രി ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമല്ലോ. അദ്ദേഹം നഞ്ചിയമ്മയ്ക്ക് ആദരവ് കൊടുക്കുന്ന കാര്യം മറന്നില്ല. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ എന്താ നഞ്ചിയമ്മയുടെ കാര്യം മറന്നുപോയോ? അതോ നഞ്ചിയമ്മ വന്നില്ലേ? പിന്നെ വേറെ കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു അബ്ദുള്ളക്കുട്ടിയൊക്കെ, എന്താ ആ സ്റ്റൈലൊന്നും വിളിച്ചുകൊണ്ട് വരാതിരുന്നത്? പിന്നെ അച്ഛന്മാർ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ, ഇവർക്കാർക്ക് ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തില്ലേ? പിന്നെ ന്യായമുണ്ടായിരിക്കും ഇത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണെന്ന്. എന്തായാലും അവിടെ ഈ മതേതരത്വമൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഒരു ഹിന്ദുത്വം തന്നെയാണ് ഞാൻ കണ്ടത്. ആ സ്റ്റേജിൽ സുരേന്ദ്രൻ വളരെ മെച്ചുവേർഡായിട്ടുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെച്യൂരിറ്റി കാണിച്ച വേറൊരു സ്ത്രീരത്നം, ആര്? പി.ടി. ഉഷ മാഡം. ആ മാഡം അവർ ഒരു ലോകോത്തര താരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അവരുടെ ഒരു സ്മൈൽ, അവരുടെ പെരുമാറ്റം, പ്രധാനമന്ത്രിയുടെ അടുത്ത് അവരിയ്ക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നിൽക്കുന്നത് എല്ലാം ക്ലാസിക്.
എന്നാലും ഒരിക്കൽ കൂടി സുരേഷ് ഗോപി എന്ന മണ്ടന് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.